ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. തണുത്ത് പോയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വേണം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്കിത് ഉരുളയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ആകുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ഫില്ലിങ് നമ്മൾ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊഴുക്കട്ട വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കും. ഇനി തേങ്ങയൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പൂടെ ചേർത്തതിന് ശേഷം 2-3 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവിൻ്റെ പുറം ഭാഗം കുറച്ചൊന്ന് മധുരത്തിൽ കിട്ടും. അതുപോലെ തന്നെ മാവിൻ്റെ പശപശപ്പൊന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് എന്തായാലും ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്കൊന്ന് ഉരുളയാക്കി ഒന്ന് മാറ്റാം. നമുക്ക് ഏത് സൈസിലാണോ കൊഴുക്കട്ട വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഫില്ലിങ്ങും ഒന്ന് ഉരുളയാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഒരിക്കൽ കൂടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് എടുത്ത് ഉരുളയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഉരുളയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിലൊരല്പം നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ മാവ് കുറേശ്ശെയായിട്ടെടുത്ത് ഉരുളയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ തന്നെ ക്രാക്കൊന്നും വരാത്ത രീതിക്ക് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു സൈസിലൊന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നടുവിൽ ചെറിയ കുഴി പോലെ ഒന്ന് ആക്കിയെടുക്കാം. സൈഡൊന്നും തന്നെ ഒരുപാട് തിന്നായി പോകാത്ത രീതിക്ക് വേണം ഇതൊന്ന് കുഴിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ കുഴിയാക്കി എടുത്തിട്ടുള്ള ഇതിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതിക്ക് നമുക്ക് ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് അടച്ചെടുക്കാം. അടച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. നമ്മൾ നെയ്യ് പുരട്ടിയിട്ട് ഉരുളയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ ക്രാക്കൊന്നും വരാത്ത രീതിക്ക് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ ഇത് വേവിക്കാനായിട്ടൊന്ന് വയ്ക്കാം. അതിനുശേഷം അടച്ച് വെച്ച് 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട റെഡിയായി കഴിയും. ഇപ്പം 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.